രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുകയാൽ ആമീൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവ് ഈ രാത്രികാലവും നമ്മോട് കൂടെ ഉള്ളതിനാൽ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തവൻ ഈ രാത്രികാലവും നമ്മോട് കൂടെ ഉള്ളതിനാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ ഹോമയ്ക്ക് കൊടുപ്പി, ഹോമയ്ക്ക് മഹത്വവും ശക്തി കൊടുപ്പീനെന്ന് പറഞ്ഞ പ്രകാരം ഹോമയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ ഈ രാത്രികാലം നമ്മൾ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാണ്ട് ആരും ഭവനമായിരിക്കാതെ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മേലിറങ്ങേണ്ടതിനായി, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്ട് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഉടരമനകതരമ ഉടമനരികമലാതരമ ഉടമനകതരകശാന്തരാമനാദല ഉടമനകതരമ ഉടമനരികമനകതരാധികലാതരമ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ നമ്മുടെ കർത്താവ് ഈ രാത്രികാലവും നമ്മുടെ മധ്യമുള്ളതിനോ നമുക്ക് അവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ ന്യായബന്ധനങ്ങളും ദുഃഖത്തിന്റെ അമികകളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തെ രാത്രികാലം ഒട്ടിമാറുവാൻ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, നല്ല രാത്രികാലത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാന്, അവിടുത്തെ സന്നിധാനത്തിൽ മുട്ടുമടക്കുവാന്, അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാന്, അവിടെ നൽകിയ സാവകാശനായിട്ട് ഹൃദയത്തോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നുവരുവാൻ ആഗ്രഹിച്ചു വഴിയാത്തില്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്ര വേഗം അവിടുന്ന് കൂട്ടി വരുത്തിയാട്ട് തടസ്സങ്ങളെല്ലാം മാറി നിന്റെ ജനം ഒരുമിച്ച് കടന്നു വന്ന് സത്യത്തിലും ആത്മാവിനും കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ഈ രാത്രികാലോട് സഹായിക്കണമേ. പുത്തൻ കൃപകളാൽ അവിടെ ഞങ്ങളെ നിറയ്ക്കണമേ. പുതിയ സന്തോഷം ഞങ്ങളുടെ പകരുമാറാകണമേ. പുതിയ ആത്മാവിനാൽ അവിടെ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ദർശന താഴ്വരയിലേക്ക് അവൻ ഇന്ന് രാത്രികാലം നടത്തപ്പെടുവാൻ തക്കവണ്ണം യെഹെസ്കേലിന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലത്തിന് ജനത്തിന് മേലും പകരപ്പെടേണ്ട കർത്താവേ. ഹല്ലേലൂയ. ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത കൂട്ടായ്മയായി ഞങ്ങളുടെ കൂട്ടായ്മ ഈ ദേശത്ത് മാറുവാൻ ശോഭിക്കുവാൻ തക്കവണ്ണം സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ നാമത്തിന് മഹത്വം കൂട്ടായ്മയായി ഇത് മാറുവാ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ. ഏകമനസ്സോടെ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് സ്വർഗീയ കൃപകളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ രാത്രികാലത്ത് ജനത്തെ ശക്തീകരിക്കുമാറാകണമേ. തന്റെ ജനത്തിന്റെ സ്തുതികളിൽ മേൽ അധിവസിക്കുന്നവർ ഈ രാത്രികാലവും ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുകയോ ഞങ്ങളുടെ ഞങ്ങളെ സ്തുതിക്കുന്നപ്പോ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹമാക്കണം. പാടുവാനും ആരാധിപ്പാനും നിന്റെ ജനത്തെ അവിടെ ശക്തീകരിക്കുമാറാകണമേ. ആരാധന കൂടുതൽ എല്ലാ വിടുതലുകളും കർത്താവേ ഈ രാത്രികാലം അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണമേ. അഭിഷേകത്താൽ നിറയപ്പെടാത്ത എല്ലാ നിന്റെ മക്കളെയോ പുതിയ അഭിഷേകത്താ കർത്താവേ അവിടെ നിന്ന് രാത്രികാലം നിറയ്ക്കുമാറാകണമേ. നിന്റെ ജനത്തിന് കൊടുക്കേണ്ട ദൂതുകൾ ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ ഈ രാത്രികാലം നിന്റെ മകനെ ശക്തീകരിക്കണമേ. വലിയ വിടുതലയക്കണം നാഥ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ലോകത്തിൽ ജീവിക്കുന്നു.
മരണത്തിൻ ഘോരതരാ വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ ഘോരതരാ വിഷപ്പല്ലു തകർന്നതാകയാ. ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ തിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവേ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലങ്ങൾ നിത്യവാസവൻ യേശുവിൻ മുൻപിൽ മഹത്വത്തിലാ. മന്നീലങ്ങൾ നിത്യവാസവൻ യേശുവിൻ മുൻപിൽ മഹത്വത്തിലാ. ഇനി പിന്നീട വീട്ടിൽ ചെന്നെത്തുന്നതാ കാത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു എന്നു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിരിപ്പേ രാജരാജനെ വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് Baba,
നമുക്കെല്ലാം സൈവസരെ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയെങ്കിൽ ഹല്ലേലൂയ ചില ഭാരങ്ങൾ നീങ്ങിപ്പോകുന്ന ആരാധനയ്ക്ക് മാറും. ഭാരങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ച് പാടാം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവിന്റെ വിടുതൽ
സൗഖ്യമാൻ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമാൻ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. എന്റെ ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും സാക്ഷിയുടെ ദൈവത്തെ ആരാധിക്കോടെ ആത്മാവിന്റെ ശക്തിയോടെ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാനിൽ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാനിൽ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാനിൽ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്ദിടുതേ. ദേവാനിൽ മഹിമൈ നന്മ
പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ ദേവാനിൽ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ ദേവാനിൽ മഹിമൈ നന്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ. ഉപവർഗങ്ങളായി മാറുമ്പോൾ പരിശുദ്ധരെ പ്രസാദിപ്പിക്കുന്ന യാഗങ്ങളായി തീരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രികാലം ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ ചൊരിഞ്ഞാണ് യെരൂശലേം ദേവാലയത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് മേഘം പോലെ ഇറങ്ങിയതുപോലെ കർത്താവേ, ഈ രാത്രികാലം നിന്റെ ജനത്തിന് മേല് അവിടുത്തെ തേജസ് ഇറങ്ങിട്ട് കർത്താവേ, അവിടുത്തെ കൃപ വെളിപ്പെട്ട് ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം സമർപ്പിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തെ താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള ആ മീറ്റിങ്ങിന്റെയും അനുഗ്രഹത്തിനായിട്ട് ലീലാമ്മ സഹോദരി ജേസൺ ബ്രദറും പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം കർത്താവേ. അനുഗ്രഹമേറിയ ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ച രാത്രികാലം ഒരു ആരാധനയോട് കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് ഓർത്ത് കർത്താവേ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് എൻ്റെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വരുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കടന്നു വന്ന നിമിഷം മുതൽ ഇതുവരെ നല്ല ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം. നല്ല പാട്ടുകൾ തന്നു കർത്താവേ. ആത്മാവിൽ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ചല്ലോ കർത്താവേ. അവിടുത്തെ ദയക്കായി കരുണയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എളികളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എളിയുടെ കുറവുകളൊന്നും ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാനുള്ള കൃപ എന്റെ കർത്താവ് അടിയുടെ മേൽ ദൈവത്തിന് സ്തോത്രം. ആരാധനയോട് ബന്ധിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആരാധന എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവേ. കടന്നു വന്നതുപോലെ അല്ല എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധന എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂസിന്റെ മറവിൽ നിന്ന് സൂക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് കൃപ കൊടുക്കണമേ. നല്ല സങ്കീർത്തനങ്ങളെ തരണമേ, നല്ല സാക്ഷ്യങ്ങളെ എണ്ണേൽപ്പിക്കണമേ കർത്താവിന്റെ കൃപയും സാന്നിധ്യം എൻ്റെ ജനത്തോടു കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്നതിൻ്റെ മക്കളെല്ലാം ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കടന്നു വന്നതുപോലെ അല്ല അപ്പ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിപ്പോകുക. ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനമേ ഹോവേ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. മനമേ ഹോവേ വാഴ്ത്തുക. എൻ്റെ ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് മറന്നു പോകാതെ നന്ദിയുള്ളവരായി പാദപീഠത്തിലായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാം നിന്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് ദൈവത്തിന് സ്തോത്ര. നാളെ നാട്ടിലേക്ക് കടന്നു പോകുന്ന ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു യാത്ര കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. കടന്നു വന്ന നിമിഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നത് ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്ര. നാട്ടിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്തബന്ധങ്ങൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ കർത്താവെ എല്ലാവരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവരെ
അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന ആരാധന കർത്താവെ എല്ലാം ദൈവമേ അവർക്കൊക്കെ ഒരു വിടുതലാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, എല്ലാം നിന്റെ മക്കളെ അനുഗ്രഹിച്ചാട്ട് ദൈവദാസനെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവെ, എല്ലാ വിധത്തിലും മാനിച്ചാട്ട്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord Jesus. Hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്, വെള്ളിയാഴ്ച രാത്രികാലം കർത്താവ് സഭയോഗമായ കർത്താവേ, ഞങ്ങൾക്ക് ഏവർക്കും കർത്താവ് വ്യക്തികളായ കുടുംബങ്ങളായ കർത്താവേ, കർത്താവിന്റെ സന്നിധി കടന്നു വരുവാൻ സ്വർഗ്ഗം ഇടയാക്കിയതേക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവിന് മാനിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവെ. പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബലം തന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നല്ല വചന സങ്കീർത്തനങ്ങളെ കർത്താവിനും ദാനം ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. അതോടെ പ്രബോധിപ്പിക്കുവാൻ കർത്താവ് ആസനെ കർത്താവിന് അധികാരപ്പെടുത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിന് ബലം കൊടുത്ത് മാനിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കപ്പെടുന്ന വചനങ്ങൾ ജീവിതം ഓരോ പ്രിയപ്പെട്ട അനുഗ്രഹം തീരുവാൻ കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. ഒരു ആവശ്യക്കാരൻ ജീവിക്കാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവ് സാക്ഷികളെ കർത്താവിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷി കർത്താവെ മറ്റൊരു സാക്ഷി കർത്താവ് വാക്കി തിരിച്ചു കർത്താവ് സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ രാത്രികാലം കർത്താവ് കർത്താവ് കേൾപ്പിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ കാര്യങ്ങളും ദീർഘത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനങ്ങൾ കർത്താവിൽ പ്രാപിച്ച് മടങ്ങി പോകുവാൻ സ്വർഗ്ഗം സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സമയ കർത്താവേ, രോഗത്താലും മറ്റ് പ്രയാസങ്ങളൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അവർക്കെല്ലാം കർത്താവ് വിടുതലും ശക്തിയും കൊടുത്തുകൊണ്ട് കർത്താവ് മാനിക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം കർത്താവ് ഭാരത്തോടെ പ്രയാസത്തോടെ കർത്താവ് കടന്നു വന്നിട്ടുള്ള കർത്താവേ, മടങ്ങി പോകുമ്പോൾ കർത്താവേ ഏറിയ ശക്തി പ്രാപിച്ച് ഏടിയ വിടുതൽ പ്രാപിച്ച് മടങ്ങി പോകുവാൻ സ്വർഗ്ഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മുറ്റുമായ കർത്താവ് തിരുക്കത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ മുറ്റുമായ ഒരു പ്രാവശ്യം തിരുക്കത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവാസന കുടുംബത്തെ ഒരു പ്രാവശ്യം തിരുക്കത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. സഭയെ നടത്തുന്ന ആവശ്യമായ ദൈവരൂപ കർത്താവ് ധർമ്മളെ പകരുമാറാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഞാൻ എല്ലാം കെട്ടക്കുറപ്പയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രികാലത്തെ തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിനായി 21-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിൻ്റെ അവസാന വാക്യം 13-ാമത്തെ വാക്യം ഒരുമിച്ച് ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. സാംസ് 21, 21-ാം സങ്കീർത്തനം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ യാത്രകളുടെ യാതൊരു നിശ്ചയിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു, എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന് മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലം കൈ ഇതിനെ പായിക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവർ സന്ധ്യ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്ന് നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറംകാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാൻ മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയാൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തെ താണിരിക്കാം. സങ്കീർത്തനം അതിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. സ്തോത്രം. അതിന് നമുക്കെന്താ വേണം? പ്രൈസ് ദി ലോർഡ്. രാജാവല്ലേ സന്തോഷിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഇവിടെ ആയിരിക്കുന്ന രാജാക്കന്മാരായ എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്.
പ്രൈസ് ലോർഡ്. നിങ്ങളുടെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്കും സന്തോഷിപ്പാൻ വകയുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കാൻ നമുക്കും അവന്റെ നാമത്തെ ഉയർത്താം, അവനിൽ സന്തോഷിക്കാം. ഹല്ലേലൂയ. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഉല്ലസിപ്പാനുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവനാൽ നിയമിക്കപ്പെട്ട അവന്റെ സ്തോത്രം. ഹല്ലേലൂയ. രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഹല്ലേലൂയ ഉല്ലസിക്കുവാനുള്ളത് അവനിൽ മാത്രമാണ്. സ്തോത്രം. ഇസ്രായേൽ ആമേൻ സ്തോത്രം ഗോത്രത്തെ മുഴുവനും സ്തോത്രം ഹല്ലേലൂയ അടക്കി ഹല്ലേലൂയ ശത്രുക്കളെല്ലാം ഉന്മൂലനം ചെയ്ത് സ്തോത്രം ഹല്ലേലൂയ രാജാവായി തീർന്ന ദാവീദിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ബലത്തിലാണ് പുകഴുവാനുള്ളത്, ദൈവത്തിൻ്റെ ബലത്തിലാണ് ഉല്ലസിക്കുവാനുള്ളത്. സ്തോത്രം ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അവനെ വീണ്ടെടുത്തത്, അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആരാണെന്നുള്ളൊരു ബോധ്യം അവനുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ജാതീയ രാജാവായ നെബൂഖദ്നേസറിന്റെ ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ നമുക്കൊന്ന് വായിക്കാം ആ വാക്യങ്ങൾ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ദാനിയേൽ 4:30. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. സ്തോത്രം. അടുത്ത വാക്യം കൂടെ. ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായതെന്നാൽ നെബൂഖദ്നേസർ രാജാവേ നിന്നോട് കൽപ്പിക്കുന്നു, രാജ്യത്ത് നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. മഹദിയാം ബാബിലോൺ സ്തോത്രം ഇറാഖ് അന്ന് നിലനിന്നിരുന്ന ആമേൻ സാമ്രാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു നെബൂഖദ്നേസർ രാജാവ് ഭരിച്ചിരുന്ന ആ സാമ്രാജ്യം. ഹല്ലേലൂയ. എന്നാൽ താൻ നിഗളിയായി തീർന്നപ്പോൾ താൻ തന്നെ പറയുകയാണ്, ആമേൻ, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു. സ്തോത്രം. ആമേൻ. അതിന് കറക്റ്റ് 12 മാസങ്ങൾക്ക് മുമ്പ് ദാനിയേലിൽ കൂടെ സ്തോത്രം താൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ രാജാവാണ് പിന്നെയും ദൈവസന്നിധിയെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാതെ നിഗളിയായി തീരുവാൻ കൂടെയായത്. വായിച്ചാട്ട്. സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. 20 മുതലുള്ള വാക്യങ്ങൾ 29 വരെ വായിരം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം. ആകാശത്തോളം ഉയരമുള്ളതും ഭൂമിയിൽ എല്ലായിടത്തു നിന്നും കാണാവുന്നതും ഭംഗിയുള്ള ഇലയും അനവധി ഫലവും എല്ലാവർക്കും ആഹാരമുള്ളതും കീഴെ കാട്ടുമൃഗങ്ങൾ വസിച്ചതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾക്ക് പാർപ്പിടം ഉണ്ടായിരുന്നതുമായി കണ്ട വൃക്ഷം രാജാവെ വർദ്ധിച്ച് ബലവാനായി തീർന്നിരിക്കുന്ന തിരുമേനി തന്നെ. കണ്ട വൃക്ഷം. സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം. അനേക പർവ്വജാതികൾ ഹല്ലേലൂയ ഒക്കെയും പാർത്തിരുന്ന സ്തോത്രം ഹല്ലേലൂയ പടർന്നു പന്തലിച്ചു നിന്ന ഒരു വൃക്ഷത്തെയാണ് ഹല്ലേലൂയ ദൈവം നെബൂഖദ്നേസറിന് കാണിച്ചു കൊടുത്തത്. സ്തോത്രം. താഴ്ത്ത് വായിച്ചാട്ട്. തിരുമനസ്സിലെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും ആധിപത്യം ഭൂമിയുടെ അറുതി വരെയും എത്തിയിരിക്കുന്നു. ഒരു ദൂതൻ
പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ച് കളയുവീൻ. വൃക്ഷത്തെ വെട്ടിയിട്ടിട്ട് നശിപ്പിച്ച് കളയുവീൻ. ആമേൻ. തന്നോട് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ദൂതൻ സ്തോത്രം ഇറങ്ങി വന്ന് സംസാരിച്ച് ദൈവത്തിന്റെ ആത്മാവ് സ്വപ്നത്തിൽ കൂടെ തന്നോട് ഇടപെട്ടു. ആമേൻ. ആകാശമുട്ടെ വളർന്നിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവേ, നിന്നെ വെട്ടിക്കളയുവാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാതെ വണ്ണം ഹല്ലേലൂയ പിന്നെയും താൻ നിഗളിയായി തീരുവാനിടയായി. ഇതായിട്ട് വായിച്ചാട്ട്, എങ്കിലും അതിന് തായ്വേര് വയലിലെ ഇളംപുള്ളിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടു കൂടെ ഭൂമിയിൽ വച്ചേക്കുവീൻ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ. അവന് 7 കാലം കഴിയുന്നതുവരെ 7 കാലം കഴിയുന്നത് വരെ ഉപജീവനം കാട്ടുമൃഗങ്ങളോട് കൂടെ. ആമേൻ. സ്തോത്രം. മതി സഹോദര. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവ് നിഗളിച്ച ആ സമയം തന്നെ ഹല്ലേലൂയ ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. സ്തോത്രം. നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ ആയിരിക്കും, നിന്നെ കാളയെ പോലെ പുല്ലുതീറ്റും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ചരിത്രം നമുക്കറിയാവുന്നതാണ്. തന്നെത്താൻ മഹാനെന്ന് ആമേ കണ്ട് നിഗളിച്ച് ആമേ സ്തോത്രം തൻ്റെ വായിൽ നിന്ന് തന്നെ ആമേ സ്തോത്രം നിഗളത്തിൻ്റെ വാക്കുകൾ പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം നെബൂഖദ്നേസർ രാജാവിന് ശിക്ഷ കൊടുത്തു. എങ്കിലും സ്തോത്രം ഇസ്രായേൽ ഹല്ലേലൂയ 12 ഗോത്രത്തിൻ്റെയും രാജാവായി തീർന്ന ആമേൻ ദാവീദ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമ്മെ ദൈവ സാമ്പത്തികമായി എത്ര ഉയർത്തിയാലും ഹല്ലേലൂയ ആമേൻ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറി ആമേ ഓടിക്കുമാറാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ വാഗ്ദത്തമായി നമുക്ക് ലഭിച്ച് അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയാലും ഒരു കാര്യം നാം മറക്കരുത്, അത് തന്നത് നമ്മുടെ ദൈവമാണ്. നമുക്ക് സ്വയമായി നിർമ്മിച്ചെടുക്കാൻ ഒന്നും കഴിയുമായിരുന്നില്ല. നമ്മുടെ ജോലി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങള്, സകലതും നമ്മുടെ കർത്താവ് തന്നതാണ്. അവനാണ് നമുക്ക് ഈ രക്ഷ നൽകിയത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അവനിൽ സന്തോഷിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ധൈര്യത്തോട് പറയുവാൻ കഴിയും, ഞാൻ എൻ്റെ രക്ഷയാം ദൈവത്തിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. ഞാൻ അവനിൽ സന്തോഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെ ഒരു വാക്കുകളോ നെബൂഖദ്നേസറിന്റെ വായിൽ നിന്ന് വീണതുപോലെ ദൈവത്തിൻ്റെ വായിലെ ഒരു സാഹചര്യത്തിലും നമ്മുടെ വായിൽ നിന്ന് വീഴുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. ഡംബിച്ചു നിങ്ങൾ ഇനിയും സംസാരിക്കരുതേ, അഹങ്കാരത്തിൻ വാക്കുകളാൽ മോഷിപ്പിച്ചിടരുതേ. ഡംബിച്ചു നിങ്ങൾ ഇനിയും സംസാരിക്കരുതേ, അഹങ്കാരത്തിൻ വാക്കുകളാൽ മോഷിപ്പിച്ചിടരുതേ. യഹോവ ജ്ഞാനമുള്ള ദൈവമല്ലോ, പ്രവർത്തികളെ അവൻ തൂക്കി നോക്കുന്നു. യഹോവ ജ്ഞാനമുള്ള ദൈവമല്ലോ, പ്രവർത്തികളെ അവൻ തൂക്കി നോക്കുന്നു. ആമേൻ.
പ്രവൃത്തികളെ തൂക്കി നോക്കുന്ന ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന കാര്യം. ഇന്ന് രാത്രി കാലം ആരും മറന്നു പോകരുത്. അഹങ്കാരത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴുവാൻ നാം അനുവദിച്ചു കൊടുക്കരുത്. സ്തോത്രം. ആമേൻ. 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സങ്കീർത്തനം. അങ്ങനെ സ്തോത്രം. കർത്താവിന്റെ ബലത്തിലും അവന്റെ ശക്തിയിലും ആമേൻ അവന്റെ മഹിമയിലും സന്തോഷിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവന് നൽകി. അവന്റെ ആദരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. സ്തോത്രം. കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിന്റെ ബലത്തിൽ പുകഴുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന്റെ പ്രാർത്ഥന കേട്ട് സ്വർഗം മറുപടി നൽകുന്ന ദൈവമാണ്. ആമേൻ. സ്തോത്രം. ദാവീദിന്റെ ജീവചരിത്രം നാം പഠിച്ചു നോക്കിയാൽ പല ജീവിത സാഹചര്യങ്ങളിലും ആരും സഹായമില്ലാത്ത അവസ്ഥകളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അനേകർ തൻ്റെ പ്രിയപ്പെട്ടവർ പോലും തനിക്ക് എതിരായി നിന്നപ്പോൾ, തൻ്റെ ബന്ധുക്കൾ തനിക്ക് എതിരായി തീർന്നപ്പോൾ, തൻ്റെ സഹോദരങ്ങൾ തനിക്കെതിരായി തീർന്നപ്പോൾ, ആമേൻ ഹല്ലേലൂയ തൻ്റെ സേനാധിപന്മാര് പുരോഹിതന്മാരൊക്കെയും തനിക്ക് എതിരായി തീർന്നപ്പോൾ, ഹല്ലേലൂയ എന്നാൽ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ച ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് ആമീൻ ദൈവത്തിന് വാഗ്ദത്തം ചെയ്ത പ്രകാരം ഇസ്രായേൽ 12 ഗോത്രങ്ങളുടെയും രാജാവായിട്ട് അവൻ നിയമിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം അവന് നൽകുവാൻ ഇടയായി. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. ഓ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം മുഴുവനും അവൻ നിനക്ക് നൽകും. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ താല്പര്യമെല്ലാം സാധിക്കും. സ്തോത്രം. അല്പസമയത്തേക്ക് ഒരു പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അല്പം വൈകിയാലും കരുണയോടെ ചേർത്ത് കൊള്ളുന്ന കർത്താവിന്റെ മുമ്പിലാ ഞാനും നീയുമായിരിക്കുന്നത്. സ്തോത്രം. അവൻ നിന്നെ സഹായിക്കും. നിന്റെ നിലവിളി കേട്ട് അവൻ നിങ്കിലേക്ക് ചാഞ്ഞു വന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യാചിക്കുന്ന ഏവനും ലഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും. സ്തോത്രം. യഹോവയുടെ ബലത്തിൽ ആശ്രയിക്കുകയും സന്തോഷിക്കുകയും അവന്റെ രക്ഷയിൽ ഉല്ലസിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ സ്തോത്രം. മാനവും തേജസ്സും അനുഗ്രഹ സമൃദ്ധിയും സന്തോഷവും ദീർഘായുസ്സും കർത്താവ് നിനക്ക് നൽകി തരും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെ ഇരിക്കും. അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെ ഇരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. ആമേൻ. സ്തോത്രം. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പായിക്കുന്നവരെ പിടികൂടും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ബലത്തിൽ ആശ്രയിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേൻ. സ്തോത്രം. മാനവും തേജസ്സും അനുഗ്രഹ സമൃദ്ധിയും നൽകുന്ന ദൈവമാണ് നിന്റെ ദൈവം. സ്തോത്രം. സങ്കീർത്തനം. ആമേൻ. താഴ്ത്തു വായിച്ചാട്ട്. ഹല്ലേലൂയ. 3-ാം വാക്യം മുതൽ. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ അവന്റെ തലയിൽ. ഓ തങ്ക കിരീടത്തെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. തങ്ക കിരീടത്തെ അവൻ നിനക്കും എനിക്ക് നൽകുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ ഒരു ദിവസം പന്തിഭോജനത്തിന് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, രാജാക്കന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ കർത്താവ് തങ്ക കിരീടം ചൂടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്രകാരം രാജാക്കന്മാരായി പുരോഹിതന്മാരായി തീർന്ന ദൈവത്തിന്റെ ജനത്തിന് ഈ ലോകത്തിലേക്ക് വീണ്ടും ഒരു മടങ്ങി വരവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കോടാനുകോടി ദൂതരുമായി സ്തോത്രം കർത്താവിന്റെ ആമേൻ രൂപാന്തരം പ്രാപിച്ച വൃതന്മാരായ നമ്മളുമായി ഒരു മടങ്ങി വരവ്. സ്തോത്രം. ആമേൻ. ഒരു മലയിൽ ആമേൻ നമ്മുടെ
നമ്മുടെ കർത്താവ് കാലുകുത്തുമ്പോൾ ഹല്ലേലൂയ നാം അവനോട് കൂടെ ഉണ്ടായിരിക്കും. ഒലിവുമല രണ്ടായി പിളർന്നു മാറും. ആമേൻ. ഒരു വലിയ താഴ്വര അവിടെ പ്രത്യക്ഷമാകും. ദൈവത്തിന്റെ ജനത്തിനെതിരായിട്ട് കടന്നു വരുന്ന അസംഖ്യം ഹല്ലേലൂയ ആമേൻ പടജനത്തെ തകർക്കുന്ന ഒരു താഴ്വരയായിട്ട് അത് മാറും. സ്തോത്രം. അന്ന് യേശുവിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാമുമായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം പുതിയ ഭൂമിയും പുതിയ ആകാശവും ഹല്ലേലൂയ കർത്താവ് സൃഷ്ടിക്കും. സ്തോത്രം. അവിടേക്ക് ഭരണാധികാരികളായി നാം ഓരോരുത്തരും പ്രവേശിക്കും. തങ്ക കിരീടം അണിഞ്ഞവരായി രാജ്യങ്ങളുടെ സ്തോത്രം രാജാക്കന്മാരായി നാം മാറുന്ന ഒരു സുദിനമുണ്ട്. ദൈവത്തിന്റെ വയതില് പ്രത്യാശയാൽ നമ്മുടെ ഉള്ളങ്ങൾ ഒക്കെ ഒന്ന് നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുക. ഓ റവലഗദരഗ ശബ്ദരാധരവ രിഗമനഗദര ബൗഡാ റിഗാദഗക്ഷരേദല. ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ ആമേൻ. ഭൂമിയിൽ നിനക്കല്പം വിഷമമുണ്ടായാലും പ്രയാസമുണ്ടായാലും ബുദ്ധിമുണ്ടായാലും നിരാശയുണ്ടായാലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്റെ അവസ്ഥകളെല്ലാം മാറുവാൻ സമയമായിരിക്കുകയാണ്. തങ്ക കിരീടം നിന്നെ അണിയിക്കുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 13 വാക്യം വായിച്ചാണ്. യഹോവേ നിന്റെ ശക്തിയാൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. തന്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആരാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? 29 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിച്ചാൽ പുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുന്നവരാ നാം ഓരോരുത്തരും. ഹല്ലേലൂയ. നമ്മിൽ കൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമ്പോൾ ഹല്ലേലൂയ ആമേൻ നമ്മുടെ കർത്താവിനാണ് അതിന് ശക്തി ഉണ്ടാകുന്നത്. സ്തോത്രം. അവിടുത്തെ നാമമാണ് ഉയരപ്പെടുന്നത്. തൻ്റെ ജനത്തിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവൻ ഉയർന്നിരിക്കണമെങ്കിൽ നാം അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. നാം അവനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. അവന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അവന് ശക്തി പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ശക്തിപ്പെടുമ്പോൾ അവൻ്റെ നാമം നമ്മിൽ കൂടെ മഹത്വമെടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കൊക്കെയും മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ഓ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാണ്. ദൈവജനത്തിന് നന്മയ്ക്കെതിരെ ഉയർച്ചയ്ക്കെതിരെ വിടുതലുകൾക്കെതിരെ വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികൾ സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിനെ നാമത്തിൽ ഇന്ന് രാത്രികാലം തകർന്നു മാറണ്ട്. പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുകുമാറ് ദൈവ സാന്നിധ്യം ഇറങ്ങിയതുപോലെ ഈ രാത്രികാലം ഒരു ദൈവ സാന്നിധ്യം മൺകൂടാരങ്ങളിലേക്കൊന്ന് ഇറങ്ങട്ടെ. യഹോവേ നിന്റെ ശക്തിയാൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ വാക്യങ്ങൾ പ്രസ്താവിച്ചതിന് ശേഷം സഹോദരി സഹോദരന്മാർക്ക് സാക്ഷ്യത്തിനും പ്രബോധനത്തിനും ഉള്ള സമയമുണ്ട്. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. Here I am to worship.
strong and courage. Do not be afraid. Do not be discouraged. Your God is with you where you go. Joshua verse 9. Please pray for me and my family. Praise the Lord. Papa, Tati, Nene, Papa, Annie. Praise the Lord. John 30 verse 40 and 50. I, your Lord, have just washed your feet. You should wash one other feet. I have set an example for you so that you will be done for you. Please pray for me and my family. Praise the Lord. Praise Lord. The Lamb at the center of the throne will be their shepherd. He will lead them to spring of living water. He will wipe away every tear from their eyes. Please pray for me and my parents. Praise Lord. Amen. Praise the Lord. He that covereth his sins shall not prosper, but whoso covereth and forsake them shall have mercy. Proverbs 28 verse 13. Please pray for me and my family. Praise the Lord. Praise the Lord. Children, obey your parents in all the things, for this is well pleasing unto the Lord. Colossians 3 verse 20. Please pray Amen. for me and my family. Praise the Lord. Praise the Lord. I will lift my eyes unto the hills, whence come my help come from the Lord, which made heaven and earth. Psalms 121 verse 1 and 2. Praise the Lord. Praise the Lord. He shall call upon me, and I will answer him. I will be with him in trouble, and I will deliver him and honor him. With long life will I satisfy him and shew him my salvation. Psalms 91 verse 15 to 16. Praise the Lord. Praise Lord. Revelations 22 verse 12 and 13. Look, I am coming soon. My reward is with me, and I will give it to each person according to what they have done. I am the Alpha and the Omega, the first and the last, the beginning and the end. Amen. Amen. Praise Lord. Psalms 34 verse 5. Those who look to him are radiant. Their faces are never covered with shame. Amen. The joy of the Lord is my strength. Nehemiah 8 verse 10. Please pray for me and my family. Praise the Lord. Praise the Lord. With long life will I satisfy him and shew him my salvation. Psalms 91 verse 60. Please pray for my family. Praise the Lord. With God, all things are possible. Please pray for me and my family. Amen. Praise the Lord. My grace is sufficient for me, for my strength is made perfect in weakness. Please pray for my friend. Praise the Lord. John 3 verse 16. For God so loved the world, he gave his only Son, that whoever believes in him shall not perish but have eternal life. Amen. If you love me, keep my commandments. John 14 verse 15. Praise the Lord. John 8 verse 12. When Jesus spoke again to the people, he said, I am the light of the world, and whoever follows me will never walk in darkness, will have the light of life. Praise the Lord. Praise the Lord. Romans 13 verses 12. The night is far gone and the day is at hand, so let us cast off the works of darkness and put on the armor of light. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഈ ദുഷ്ടലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അഭിഷക്തരായി, സ്വർഗീയ ജ്ഞാനം, ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി, ഈ തലമുറയിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വളർന്നു വരേണ്ടതിനായി, ദൂരത്തും ചാരത്തുമായി കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ജീസസ്. Parto
ആമേൻ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ചു കേൾപ്പാൻ കർത്താവിടെയാക്കിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അതിരങ്ങളുടെ യാചന നിഷേധിച്ചതുമല്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. സ്തോത്രം. യഹോവയുടെ ബലത്തെ സന്തോഷിക്കുന്ന, അവൻ്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. നന്മയുടെ കിരീടം അവൻ നിനക്ക് നൽകും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകി, തങ്ക കിരീടം നിന്നെ ചൂടിക്കുവാൻ അവൻ മതിയായവനായ ദൈവമാണ്. ഈ രാത്രികാലം കർത്താവ് സ്തോത്രം ആമേൻ നമുക്ക് നൽകിയ തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് രാത്രികാലം ആമേൻ കർത്താവിനെ സ്തുതിക്കാം. യഹോവേ, നിന്റെ ശക്തിയാൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. സ്തോത്രം. കർത്താവിന് പാടുവാൻ, വീണ്ടും കീർത്തനം ചെയ്യുവാൻ, അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. സാക്ഷ്യവാദങ്ങൾ കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തുടർന്നുള്ള ആരാധനയും ശുശ്രൂഷയും കർത്താവ് അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ആമേൻ സാമ്പർ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം ജീസസ്. നല്ല കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, നല്ല ദിവസത്തിനായി ദൈവത്തിന് നന്ദി. ദൈവമേ, സാക്ഷ്യവചനങ്ങൾക്കായി ദൈവമേ അപ്പ, ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ യേശുവിച്ച കർത്താവിൻ്റെ കൃപ കർത്താവ് ഓരോ വിഷയങ്ങൾക്ക് മേലും കർത്താവ് കഴിഞ്ഞ നാളിൽ കൂടിയിരുന്ന കർത്താവേ, ദൈവമേ അപ്പ, ദൈവമേ സൗഖ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചതുപോലെ പാടിയതുപോലെ കർത്താവേ, ദൈവമേ അപ്പ, ഞങ്ങൾക്ക് സൗഖ്യം കർത്താവേ, ദൈവമേ ഇന്ന് രാത്രി ഞങ്ങൾ മേൽ അയച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സാക്ഷ്യങ്ങളുടെ മേൽ ദൈവം സൗഖ്യം ദൈവം നൽകിയിരിക്കുക സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ സഭയായ ദൈവമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അത് ചെയ്തിരിക്കുക സ്തോത്രം കർത്താവേ, ദൈവമേ മറ്റു വിഷയങ്ങൾ കർത്താവേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഞങ്ങൾ ആശ്ചര്യമായി ദൈവം നോക്കി നിൽക്കുമാർ കർത്താവ്, ദൈവം ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി കർത്താവേ, തുടർന്ന് ദൈവം നടത്തുവാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ, ദൈവം ചെയ്തിരിക്കുക സ്തോത്രം ചെയ്യുന്നു കർത്താവേ, ദൈവം തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവം അപ്പാത്തൻ്റെ വചനങ്ങളാൽ കർത്താവെ അപ്പ അങ്ങയുടെ വചനങ്ങളാൽ ദൈവം ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവെ, അധികമായി വളരുവാൻ അധികമായി ശക്തിപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുട്ടികൾക്ക് എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഏൽപ്പിച്ചതായ കർത്താവെ ദൈവ സ്തോത്ര വഴിപാടുകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ, സഭയായി ദൈവം ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, തുടർന്ന് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപദൈവം നൽകണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ താണിരിക്കാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം.
അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോട് സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വീണ്ടെടുക്കപ്പെട്ട ജനം, സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് മാത്രമേ സ്തോത്രം സിയോനിലേക്ക് മടങ്ങി വരുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ സിയോന്റെ അവസ്ഥയിൽ നാം ആയിരിക്കണം. സിയോൻ എന്ന് പറയുമ്പോൾ മഹാരാജാവിൻ്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വത ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാണ്. സ്തോത്രം, ആമേൻ. സർവഭൂമിയുടെയും ആനന്ദമായി തീരുവാൻ വേണ്ടി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്തോത്രം. വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ഹല്ലേലൂയ, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ആ സിയോനായ നാം, ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം സിയോനിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമെടുത്തിരിക്കുക. എവിടെയാണ് ഒരു മടങ്ങി വരവ് നിന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതെന്ന് ഇന്ന് രാത്രികാലം ആമേൻ, സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നത്? ആമേൻ, സ്തോത്രം. ജീവിതത്തിൻ്റെ ഏത് വശത്താണ് ഒരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നത്? ആമേൻ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധാനത്തിൽ ആമേൻ, ഹല്ലേലൂയ, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും മടക്കി വരുത്തണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മറുപടി നിശ്ചയമായും അവന് നമ്മോട് കരുണ തോന്നും. സ്തോത്രം, ഹല്ലേലൂയ. നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരിക തന്നെ ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നാം കരഞ്ഞുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം, ആമേൻ. ഉല്ലാസഘോഷം ആമേൻ ധരിക്കുവാന് ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു സിയോനായി ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ആമേ പ്രവാസത്തിലായി പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം പ്രവാസത്തിലാണോ ആയിരിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിൽ അകന്ന അവസ്ഥയിലാണോ നാം ആയിരിക്കുന്നത്? നാം ദൂരത്താണോ ആയിരിക്കുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. മകനെ, മകളെ എന്നുള്ള വിളി, സ്തോത്രം, മുഴങ്ങുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ദൈവത്തിൽ നിന്ന് ഓടി അകലുവാനാണോ ഇന്ന് രാത്രികാലം നാം ആഗ്രഹിക്കുന്നത്? പാപം ചെയ്ത ആദാമും ഹവ്വായും ദൈവം, ഹല്ലേലൂയ, തോട്ടത്തിന് നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരെ വിളിച്ചപ്പോൾ അവർ ഓടി മരത്തിന് ആമേൻ, സ്തോത്രം, പുറകിൽ ഒളിഞ്ഞിരുന്നത് പോലെ ഇന്ന് രാത്രികാലം ഒളിഞ്ഞിരിക്കുവാനല്ല ദൈവം എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മറ്റാരും കാണാതെ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇരുട്ടത്ത് ഒളിഞ്ഞിരിക്കുവാനല്ല ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഒരു വെളിച്ചമായി തീരേണ്ടതിന് ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇരുട്ടിന്റെ നിശബ്ദ പ്രവർത്തികൾക്ക് കൂട്ടാളികളായി തീരുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം, ജാതികൾക്ക് പ്രകാശമായി തീരേണ്ടതിന്, ജാതികൾക്ക് വെളിച്ചമായി തീരേണ്ടതിന് അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക.
ഉടരമനകതലക ശമ്പരാധികമനാധികസ്ഥരാതല. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. സ്തോത്രം. നാം മറഞ്ഞിരിക്കുവാനല്ല, വിളക്ക് കത്തിച്ച് ആരും പറയിൻ കീഴല്ല വെക്കുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അത് തണ്ടിന്മേൽ കത്തുന്ന വിളക്കായി മാറണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളും യേശുവിൻ്റെ ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിന്റെ ജനം, വീണ്ടെടുക്കപ്പെട്ട ജനം. ഹല്ലേലൂയ. പറയിൻ കീഴിരിപ്പാനല്ല, ഒളിച്ചിരിപ്പാനല്ല, ദൈവത്തിന്റെ സന്നിധാനത്തിൽ നിന്ന് ദൂരെ തകർന്നിരിപ്പാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. തണ്ടിന്മേൽ കത്തുന്ന വിളക്കുകളായി ശോഭിക്കേണ്ട ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. ഉടമനകതലക ശംഭവനാധികതരാതലവ ഉടരാധികമലകതലക ശമനാധികതരാതലവ രീഗമനകതരവ ഉടമനാധികസ്ഥരേതല ഓ രീഗ വസന്തരേതകന ഉടമാരകനതല്ല രീഗാതലകശരാതരം. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും ശോഭിക്കുമെന്ന് പറഞ്ഞ പ്രകാരം നക്ഷത്രങ്ങളായി, ആമേൻ, ജ്യോതിർഗോളങ്ങളായി മാറുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാൽ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും പറയിൻ കീഴിരിപ്പാനുള്ളവരല്ല നാം. സ്തോത്രം. പണ്ടിന്മേൽ കത്തുന്ന വിളക്കുകളായി ശോഭിക്കണം. സ്തോത്രം. ഈ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇടിച്ചെടുത്ത ഒലിവെണ്ണ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവാകുന്ന ആ ഒലിവെണ്ണ ആമേൻ ഈ വിളക്കിലേക്ക് എപ്പോഴും ഒഴിച്ചു കൊണ്ടിരിക്കണം. ഇതെപ്പോഴും കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കണം. അനേകർക്ക് പ്രകാശമായി മാറുവോ, അനേകർക്ക് വെളിച്ചമായി തീരുവോ, അനേക അന്ധകാരത്തിൽ ഇരിക്കുന്നവർ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തപ്പെടുവോ. ഒരു ജ്യോതിർഗോളമായി ദൈവത്തിന്റെ വിളിച്ചിരിക്കുകയാൽ രാത്രികാലം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കാം. എന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാല ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ഉദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേകർക്ക് പ്രകാശം കൊടുക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. നീ ഒന്ന് എഴുന്നേൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. അന്ത്യകാലം വന്നെടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. ഓ ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാചകം വിട്ടു. ഓ അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്ന വിശുദ്ധർ എത്ര നാളായി പാചകം വിട്ടു. കാത്തു കാത്തു നിന്നിടുന്ന സോദരാധിയോർത്തിരുക. കാത്തു കാത്തു നിന്നിടുന്ന സോദരാധിയോർത്തിരുക. പൂർത്തിയായി നീ വേല ചെയ്തു പാചകം പേടിക്കുമോ? പൂർത്തിയായി നീ വേല ചെയ്തു പാചകം പേടിക്കുമോ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ നിന്റെ ഉന്നതം പേടിഞ്ഞു വന്ന, മണ്ണിടത്തിൽ നിന്റെ ഉന്നതം പേടിഞ്ഞു വന്ന
അന്യഭാരമെന്നോ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ ലോകരാജ്യം അസ്തമിക്കാറാ, ഈ ലോകരാജ്യം വേഗമിതാരമിക്കാറാ. ഓ ലോകരാജ്യം അസ്തമിക്കാറാ, ഈ ലോകരാജ്യം വേഗമിതാരമിക്കാറാ. പരിശുദ്ധ പാരിടത്തിൽ വന്നു, പാരിടത്തിൽ പരിശുദ്ധ പാരിടത്തിൽ വന്നു. പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിരു, പാവനമായി ജീവിക്കുന്ന പാവനരെ ചേർത്തിരു. രക്ഷകന്റെ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേല ചെയ്യുവേ. അല്പകാലം മാത്രമേ ഉള്ളൂ, അവെത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. ഓ അല്പകാലം മാത്രമേ ഉള്ളൂ, അവെത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം. എത്ര നാളുമോ അത്ര നാളും രക്ഷകന്റെ, എത്ര നാൾ ലഭിച്ചിരുമോ അത്ര നാളും രക്ഷകൻ. പുത്രത്വത്തിനാകാതെ ശക്തിയായി വേലത്, പുത്രത്വത്തിനാകാതെ ശക്തിയായി വേലത്. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. സ്വന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം, സ്വന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ വേല ചെയ്യാൻ പോയിടാമേ, ചന്തമോടെ വേല ചെയ്യാൻ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നടുത്ത് പെന്തക്കോസ്തിൻ വേലയാണ്. സ്വന്തമോടെ വേല ചെയ്യാൻ സ്വന്തം നാട്ടിൽ പോയിടാം, സ്വന്തമോടെ വേല ചെയ്യാൻ സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. Praise the Lord, praise. സാന്നിധ്യം തുടർന്നും അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ടതിനായവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അതൊരു കാലം കേട്ട ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ജീവൻ പ്രാർത്ഥിച്ചാട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചൂടമാനാരി ഖമന ഗദലക ശംഭവനാദര. നല്ല കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ ചെയ്യുന്ന യാത്രകളിലൊക്കെ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ യാത്രയാവുന്നവരൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, അവരൊക്കെ യാത്രയാകുമ്പോൾ ദൈവസാന്നിധ്യം അവരോട് കൂടി ഇരിക്കണം. നല്ല കർത്താവേ സ്തോത്രം സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാം അങ്ങയുടെ
മഹോദരനായ ദൈവമേ ഏൽപ്പിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. രാത്രികാലം ഞാൻ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനെ വാദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വാദനം നിനക്കാമേ. സകല ബുദ്ധിയേയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോചനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട ദൈവഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി